വടകര MDMA കേസിൽ പിടിയിലായ അധ്യാപിക കീർത്തനയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ചോദ്യം ചെയ്യലിന് ശേഷം വൈകിട്ട് 5ഓടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാനികളെക്കുറിച്ചും കേസിൽ കൂടുതൽ അധ്യാപികമാർക്ക് പങ്കുണ്ടോ എന്നുമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. കീർത്തനയിൽ നിന്ന് ലഭിക്കുന്ന നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റു പ്രതികളെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ശരത് എസ് ഉണ്ട് വിശദാംശങ്ങളുമായി. ശരത്, ഈ കസ്റ്റഡി കാലാവധിയിൽ എന്തൊക്കെ വിവരങ്ങളാണ് കീർത്തനയിൽ നിന്ന് ലഭിച്ചത്? ഇനി എങ്ങനെയാണ് ചോദ്യം ചെയ്യൽ? കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുമോ? തീർച്ചയായും ശ്രുതി, കീർത്തന ഈ കേസിൽ എന്തായാലും കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുമെന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഇപ്പോഴും പ്രധാന കണ്ണികളിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. ഈ ലഹരി ഇടപാടിന്റെ സാമ്പത്തിക ഇടപാട് നടത്തിയ ആളുകളാണ് പിടിയിലായ അധ്യാപികമാർ. അതുകൊണ്ട് തന്നെ മുഖ്യ കണ്ണി വയനാട് സ്വദേശിയടക്കം ഇനി പിടികൂടാനുണ്ട്. അത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങളാണ് നിലവിൽ അന്വേഷണ സംഘം ചോദിച്ചറിയുന്നത്. ഈ കേസിൽ ആദ്യമായിട്ടാണ് അന്വേഷണ സംഘം ഒരു പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. നേരത്തെ തന്നെ കീർത്തനയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതാണ്. പിന്നീടാണ് അധ്യാപികമാരായ കാവ്യയെയും നീഷ്മയെയും അറസ്റ്റൊക്കെ ചെയ്ത സാഹചര്യം. അങ്ങനെ കൂടുതൽ അധ്യാപികമാരിലേക്ക് അടക്കം അന്വേഷണം എത്തിയതാണ്. ഇനി പ്രധാനമായും അന്വേഷണ സംഘം നോക്കുന്നത് എങ്ങനെയാണ് ഈ ലഹരി ഇടപാട് നടത്തിയത്, ആരൊക്കെയാണ് ഇതിന്റെ മുഖ്യ കണ്ണികൾ, കൂടുതൽ അധ്യാപികമാരോ വിദ്യാർത്ഥികളോ ഈ ലഹരി സംഘത്തിന്റെ വലയിലായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. നിലവിലെന്തായാലും കീർത്തനയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. 3 ദിവസത്തേക്കായിരുന്നു അന്വേഷണ സംഘം കസ്റ്റഡി ആവശ്യപ്പെട്ടത്. പക്ഷേ 2 ദിവസത്തേക്കാണ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. ഇന്ന് വൈകിട്ട് 5 മണിവരെയാണ് കീർത്തനയുടെ കസ്റ്റഡി ഉള്ളത്. ഇതിനു മുന്നേ തന്നെ പരമാവധി വിവരങ്ങൾ ചോദിച്ചറിയുക എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ലക്ഷ്യം വെച്ചിട്ടുള്ളത്. കീർത്തനയുടെ ബാങ്ക് വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രധാനമായും കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് തെളിവുകൾ ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുകയും ചെയ്യുന്നത്. ഒപ്പം കീർത്തനയെ വിശദമായി ചോദ്യം ചെയ്താൽ അതിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റു പ്രതികളെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതേ കേസിലെ പ്രതിയായ ജിജിൽ കുര്യാക്കോസിനെ മറ്റൊരു കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതായത് ജിജിൽ ഈ കേസിൽ ഏറ്റവും ഒടുവിൽ പിടിയിലായ പ്രതിയാണ്, കണ്ണൂർ സ്വദേശിയാണ്. ജിജിലും ഒപ്പം കേസിലെ മുഖ്യ കണ്ണിയായ വയനാട് സ്വദേശിയും ഇത്തരത്തിൽ അടുത്ത ബന്ധമുണ്ടെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ജിജിലിനെ ഇന്നലെ വടകരയിൽ നേരത്തെ ഉണ്ടായിരുന്ന വടകരയിലെ MDMA കേസിലാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അങ്ങനെ ഈ പ്രതികളൊക്കെ തന്നെ മറ്റ് ലഹരി കേസുകളിലും പ്രതികളാവുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ എന്തായാലും പോലീസ് അന്വേഷണം വിശദമാക്കി പരിശോധിക്കുകയാണ്. ഒപ്പം മുഖ്യ കണ്ണികളിലേക്ക് അന്വേഷണം എത്തിക്കാനാണ് എന്തായാലും ഇപ്പോൾ അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇന്നും തുടരുന്നു. വൈകിട്ട് എന്തായാലും ഈ കീർത്തനയെ കോടതിയിൽ ഹാജരാക്കും. ശരി, ശരത് എസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.